കേരള നിയമസഭയുടെ ഈ ഹാളിൽ തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ശ്രീനേട്ടൻ്റെ ആത്മാവ് ഒരുപക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ വളരെ വിമർശനാത്മകമായും ആക്ഷേപഹാസ്യപരമായും ഒരു പരിധിവരെ തത്വചിന്താപരമായും ഒക്കെ ഒരു നല്ല കമൻറ്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ജീവിതത്തെയും ഈ ലോകത്തെ മനുഷ്യരെയും മനുഷ്യ അവസ്ഥകളെയും എല്ലാത്തിനെയും മറ്റൊരു തരത്തിൽ വീക്ഷിക്കുന്ന ഒരു മഹാപ്രതിഭ. നമ്മളൊക്കെ സാധാരണ ജീവിതത്തെയോ അല്ലെങ്കിൽ ലോകത്തെയൊക്കെ നോക്കി കാണുന്ന തരത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു ഡയമെൻഷനിൽ ഇതിനെല്ലാം സമഗ്രമായി കാണാൻ പറ്റുന്ന അതൊരു ഉയർന്ന ചിന്തയുടെയും ബുദ്ധിയുടെയും, നമ്മൾ ഈ ജീനിയസ് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആ വാക്കിന് യഥാർത്ഥ ഒരു അർത്ഥം അതാണ് ശ്രീനേട്ടൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അഭ്രപാളികളിൽ വളരെ വിസ്മയത്തോടെ അഭിനയവും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഒരു ആവശ്യത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം കുറേ സിനിമകൾ, ഒരുപാടൊന്നുമില്ലെങ്കിലും അവസാന കാലത്ത് മോനേട്ടൻ്റെ ഈ അരവിന്ദൻ്റെ അതിഥികൾ പോലുള്ള സിനിമകൾ വരെ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പല വിഗ്രഹതുല്യമായ വ്യക്തിത്വങ്ങളെയും നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മഹത്വം തോന്നും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വിഗ്രഹങ്ങൾ കൂടുതൽ അടുത്തറിയുകയും അവരുമായിട്ട് അടുത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അവരുടെ ഒരു മഹത്വത്തിന് പലപ്പോഴും മങ്ങലേൽക്കാറാണ് പതിവ്. പക്ഷെ ശ്രീനേട്ടനെ സംബന്ധിച്ച് ഞാൻ ദൂരെ നിന്ന് കണ്ടിരുന്ന ആ ഒരു ശ്രീനേട്ടൻ്റെ മഹത്വം പിൽക്കാലത്ത് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ഒരു ആഴത്തിലുള്ള സൗഹൃദവും ഒക്കെ ഉണ്ടായപ്പോഴും ആ മഹത്വത്തിൻ്റെ തിളക്കം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വീക്ഷണം, അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനെക്കുറിച്ചുമുള്ള ഒരു അറിവ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ആകാശത്തിന് കീഴിലുള്ള ഭൂമിയിലെ സർവ്വ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ഇതായിക്കോട്ടെ, ഒരു പരിസ്ഥിതിയെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദത്തെക്കുറിച്ചായിക്കോട്ടെ, മോഡേൺ മെഡിസിനെക്കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ചായിക്കോട്ടെ, തത്വചിന്തയെക്കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ഒരു കൃത്യമായ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ധാരണയിൽ നിന്ന് ചില കൃത്യമായ നിലപാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ശ്രീനേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ഒരു സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലെങ്കിൽ അല്ലെങ്കിൽ ചില നിലപാടുകളില്ലെങ്കിൽ ഒരു കലാകാരനാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു മഹാപ്രതിഭ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ വാക്ക്, അദ്ദേഹത്തിന് പലപ്പോഴും നമ്മളൊരു ഹാസ്യത്തിൻ്റെ വലിയ ഒരു തമ്പുരാൻ എന്നൊക്കെയാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. തീർച്ചയായും ഹാസ്യത്തിൻ്റെ ഒരു വലിയ ഒരു അപ്രമാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെയും EVയുടെയും സഞ്ജയിൻ്റെയും അതുപോലെ പിന്നീട് VKൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യം സാഹിത്യത്തിൽ അവർ തുറന്നു വെച്ച ഒരു വഴിയുണ്ട്. ശ്രീനേട്ടൻ്റെ സിനിമകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും അത്തരം ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ വരും. കാര്യം ശ്രീനേട്ടനും ഈ സമൂഹത്തെ, മനുഷ്യനെ, അവൻ്റെ കാപട്യങ്ങൾ, അവൻ്റെ പൊങ്ങച്ചങ്ങൾ, അവൻ്റേതായ ചില നാട്യങ്ങൾ, അഹംഭാവങ്ങൾ, ഇതൊക്കെ അവൻ്റെ നേരെ തന്നെ ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ച് അവനെ തന്നെ കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ. അത് സിനിമയിൽ ജീവിതത്തിൻ്റെ തന്നെ നേർക്കാഴ്ചയായിട്ട് അനുഭവിപ്പിക്കുകയും അതിന് കൃത്യമായ നർമ്മവും ആക്ഷേപഹാസ്യവും വിമർശനവും എല്ലാം കൂട്ടിച്ചേർത്ത് ആർക്കും ഒരു നോവുണ്ടാക്കാത്ത രീതിയിൽ അതിനെ ഏറ്റവും ആസ്വാദ്യകരമായി അവതരിപ്പിക്കുന്ന ഒരു രാസവിദ്യ അത് ശ്രീനേട്ടനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ഹാസ്യത്തിനെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹം പല തരത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു പ്രതിഭയാണ്. ഇപ്പം അദ്ദേഹം തന്നെ തിരക്കഥകൾ എഴുതുന്ന സിനിമകളിലുള്ള എല്ലാ കഥാപാത്രങ്ങളും, അത് നായകനായിക്കോട്ടെ, വില്ലനായിക്കോട്ടെ, അതിനകത്തെ പ്രണയമായിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, വിപ്ലവമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, തത്വചിന്തയായിക്കോട്ടെ, ഇതിനെല്ലാം ഓരോ കഥാപാത്രത്തിനും ഇണങ്ങും വിധം ആ കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ അത് രചിക്കുക. ആ സിനിമയിൽ ആ കഥാപാത്രങ്ങളുടെ ഒരു വ്യക്തിത്വം കൃത്യമായി കരിപ്പിടിപ്പിച്ചെടുക്കുകയും ആ കഥാപാത്രങ്ങളുടെ മാനറിസംസ് ഉൾപ്പെടെ രൂപപ്പെടുത്തിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതേ ശ്രീനേട്ടൻ തന്നെയാണ്. ഇതേ നർമ്മം ഉപയോഗിക്കുന്ന വ്യക്തി തന്നെയാണ് ഏറ്റവും തീവ്രമായ വിരഹവും പ്രണയവും ഒക്കെ ഏറ്റവും മനോഹരമായി തൻ്റെ സിനിമകളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും ഇണങ്ങും വിധം അതിൻ്റേതായ രീതിയിൽ ആ സംഭാഷണങ്ങൾ രചിക്കുക. ഇപ്പം ശ്രീനേട്ടൻ്റെ സംഭാഷണങ്ങൾ പോലും പലപ്പോഴും പല സിനിമകളിലും വലിയ നെടുങ്കൻ ഡയലോഗുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ
ശ്രീനേട്ടൻ്റെ ഒറ്റ ചില വാചകത്തിൽ അല്ലെങ്കിൽ ഒറ്റ സംഭാഷണത്തിൽ അതിനേക്കാളൊക്കെ ശക്തമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാവിലാസം ശ്രീനേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകൻ, ഏറ്റവും മികച്ച ഒരു സംവിധായകനായിരുന്നല്ലോ. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം പോലും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച നടനായിരുന്നു. ഇങ്ങനെ പലതരത്തിൽ ശ്രീനേട്ടനെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പം ഞാനുമായിട്ടുള്ള ഒരു സൗഹൃദം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹമായിട്ട് ആദ്യകാലങ്ങളിൽ തന്നെ അഭിനയിക്കുമ്പോൾ ബക്കർ സാറിൻ്റെ സിനിമയിലൂടെയാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞു. ഞാനും അതെ. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരവ്. ഞാനും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കഴിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ചില ഒരു സാമ്യം ഇവിടെയൊക്കെ അദ്ദേഹത്തിന് എന്നോടൊരു വലിയൊരു സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഈ അവസാന കാലം വരെയും ആഴത്തിലുള്ള ആ ഒരു സൗഹൃദം സൂക്ഷിക്കാൻ അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഈ തൻ്റെ നാട്ടിലെ ആൾക്കാരുമായിട്ട് അദ്ദേഹം തുടങ്ങിയ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തന കാലത്ത് കൂടെ ഉണ്ടായിരുന്ന നാടക പ്രവർത്തകരെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ, പഠിച്ച സ്കൂളിലുള്ള സഹപാഠികളെ, പഠിച്ച സ്കൂളിനെ, ഇതിനൊക്കെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയും അവിടെയുള്ള പഴയ ചങ്ങാതിമാരെയൊക്കെ അദ്ദേഹം നിരന്തരം ഫോണിലൂടെ വിളിച്ച് അവരുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി തിരക്കുകയും, ഇങ്ങനെ ഒരു നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വലിയ താരപ്രഭയിൽ നിൽക്കുമ്പോഴും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു നന്മയായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ചില നർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പലതിനെക്കുറിച്ചും അദ്ദേഹം നോക്കിക്കാണുന്ന രീതി മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മളോടൊക്കെ ഒരു ചായ വേണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് രണ്ട് മറുപടിയേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. പക്ഷേ ശ്രീനേട്ടനോട് നിങ്ങൾ ചോദിക്കൂ ചായ വേണോ എന്ന്, അദ്ദേഹം പറയും ഒന്നും പറയാറായിട്ടില്ല, ഇല്ലെങ്കിൽ പറയും വേണ്ടി വന്നേക്കും, ഇല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല, വേണോ, തിരിച്ചങ്ങോട്ട് വേണോ, ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധമായ ഒരു വ്യത്യസ്തമായ മറുപടികളാണ് അദ്ദേഹത്തിന്. ഇത് സിനിമയിൽ മാത്രമല്ല, അദ്ദേഹം സിനിമയിലുള്ള നർമ്മങ്ങൾക്കൊക്കെ അപ്പുറം ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴും ഇതുപോലുള്ള നർമ്മപ്രയോഗങ്ങൾ ഇങ്ങനെ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ അവസാന കാലത്ത് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്ന കാലത്ത് ഒരിക്കലും ഈ വല്ലാതെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് VM വിനു, നമ്മുടെ സംവിധായകൻ, അദ്ദേഹമാണ് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഏതാണ്ട് ബോധമില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് ഡോക്ടർ ശ്രീനേട്ടനോട് പറഞ്ഞു, ഈ നിൽക്കുന്ന VM വിനു തക്ക സമയത്ത് നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശ്രീനേട്ടൻ വിനുവിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പോൾ ഇയാളാണ് എന്നെ രക്ഷിച്ചതല്ലേ, എന്നാൽ പിന്നെ ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവും ഈ VM വിനു വഹിക്കണം. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ദൈവതുല്യനായ ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നന്ദി പറയുകയോ സ്തുതിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇതാണ് ശ്രീനേട്ടൻ്റെ മറുപടി. ശ്രീനേട്ടൻ്റെ ചില നിലപാടുകളിൽ നിന്ന് അദ്ദേഹത്തിന് ചില അഭിപ്രായ പ്രകടനങ്ങൾ, അത് എന്തിനെക്കുറിച്ചും അദ്ദേഹം നിർഭയമായി സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന ഒരാളാണ്. അങ്ങനെ ചില അഭിപ്രായം പറഞ്ഞപ്പോൾ അസ്വസ്ഥരായ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ കരിയോയിൽ പ്രയോഗം നടത്തിയ ഒരു അനുഭവമുണ്ട്. ഇതിനെക്കുറിച്ച് ശ്രീനേട്ടൻ പറഞ്ഞത്, ഒഴിച്ച കരിയോയിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഭാഗം പെയിൻറ്റ് ചെയ്യാതെ കഴിച്ചു കൂട്ടാൻ പറ്റുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനെയും ആ രീതിയിൽ കാണുന്ന ഒരു മനസ്സ്, അത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. അത് തീർച്ചയായിട്ടും ഒരു ഉയർന്ന ചിന്തയുടെയും ബുദ്ധിയുടെയും ഒക്കെ ലക്ഷണമൊത്ത ഒരു ജീനിയസിൻ്റെ ആ രീതിയിലാണ് എനിക്ക് ശ്രീനേട്ടനെ അടയാളപ്പെടുത്താനുള്ളത്. അവസാന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ചില ചിരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തൊരു നിഷ്കളങ്കമായ ചിരികളായിരുന്നു ആ രോഗാവസ്ഥയിലേക്ക് ഉണ്ടായിരുന്ന അവസ്ഥ. അതെൻ്റെ മനസ്സിലിങ്ങനെ വായാതെ നിൽക്കുകയാണ്. അല്ലാതെ നമ്മളെ ഒരു ശിശുവിൻ്റെ, ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചിരി പോലെ അദ്ദേഹം തന്നെ ചില തമാശകൾ പറഞ്ഞതും അതുപോലെ കേൾക്കുന്ന തമാശകളും ഒക്കെ കേട്ടിട്ട് ആ ഒരു നിഷ്കളങ്കമായ ചിരി, അത് ഉള്ളിൽ ഒരു പകയോ വിദ്വേഷമോ ഈ മനുഷ്യരോടോ സമൂഹത്തോടോ എന്തെങ്കിലും ഒരു വെറുപ്പോ അങ്ങനെ ഒരു കന്മഷവുമില്ലാത്ത മനസ്സിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും നിഷ്കളങ്കമായ വിശുദ്ധമായ ഒരു ചിരിയാണത്. ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ ഇങ്ങനെ അത് ഹോൾഡ് ചെയ്യണം. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ അനുസ്മരിക്കേണ്ടി വരുന്നു നമ്മൾ ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വല്ലാത്തൊരു ദുര്യോഗമായിട്ടാണ് ഞാൻ. കാര്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനേട്ടൻ. എന്നെ സംബന്ധിച്ചിരിക്കുക അത്രയേറെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായ വളരെ അവിശ്വസനീയമാണ് യഥാർത്ഥത്തിൽ നമുക്ക്